ഓയിലി ആക്നെ പ്രോൺ സ്കിൻകാര് അതല്ലെങ്കിൽ ഇച്ചിരി ആന്റി ഏജിങ് ഉണ്ട് പക്ഷെ ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ റെറ്റിനോളും സാലിസിലിക് ആസിഡും ഡെഫിനറ്റ്ലി സ്കിൻ കെയറിൽ ഒരുമിച്ച് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് നമുക്ക് സ്കിൻ കെയറിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷിന്റെ രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് റെറ്റിനോൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്താൽ മതി. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഓയിലി സ്കിൻ ആണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഒന്ന് ഡ്രൈ ആവും. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ദിവസം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഡെഫിനറ്റ്ലി സ്കിപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആ ഒരു ഡേയിലേക്ക്, അതായത് ആഴ്ചയിൽ 3 ദിവസം ജെനറൽ ക്ലെൻസേഴ്സ് നൈറ്റിൽ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ടൈം യൂസ് ചെയ്യുക, അല്ലാത്ത ദിവസം നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് സിറത്തിന്റെ കാര്യമാണ്. സിറം, മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ മാസ്ക് പോലെയുള്ള സാധനം ഒരേ ടൈമിൽ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ഡേ യൂസ് ചെയ്യാൻ പാടില്ല. റെറ്റിനോൾ യൂസ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് വേണം ഈ ഒരു സാലിസിലിക് ആസിഡ് നിങ്ങൾ എന്തിന്റെ ഫോമിലായാലും, ഫേസ് സിറത്തിന്റെ ഫോമിലായാലും മോയ്സ്ചറൈസറിന്റെ ഫോമിലായാലും അല്ലെങ്കിൽ മാസ്കിന്റെ ഫോമിലായാലും യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.